കോടതിയെ വെല്ലുവിളിച്ചോ എന്ന ചോദ്യത്തിന് കോടതിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് ജയിൽ സൂപ്രണ്ടല്ല, കോടതിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് സർക്കാരാണ്, കോടതിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ് എന്നുള്ളതാണ്. TP കേസിൽ മൊത്തം 76 പ്രതികളായിരുന്നു. ഇതിൽ 12 പേരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചത്. PK കുഞ്ഞനന്ദൻ ഇടയ്ക്ക് മരിച്ചു. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വരുന്നത്. 2 പേർ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. രണ്ടും CPM പ്രവർത്തകരാണ്. KK കൃഷ്ണനും ജ്യോതി ബാബുവും. ഇപ്പോഴും ജ്യോതി ബാബു പുറത്ത് ചികിത്സയിലാണ്, ഗുരുതരമായ രോഗത്തിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്. പക്ഷേ അന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്ന ചില വാചകങ്ങളുണ്ട്. നിരായുധനായ ഒരു മനുഷ്യനെ റോഡിൽ ആയുധധാരികളായ 6 പേർ വെട്ടിക്കൊന്ന കേസാണിത്. ശിക്ഷ എന്നത് മനുഷ്യത്വമുള്ളതാകാമെങ്കിലും ഫലപ്രദമല്ലാത്ത രീതിയിൽ സൗമ്യമാകരുത്. മൃഗീയമായ കേസിൽ പ്രതികളോട് അനാവശ്യതയെ കാണിച്ചാൽ അത് നിയമവ്യവസ്ഥയുടെ മികവിലുള്ള പൊതുജന വിശ്വാസത്തെ ബാധിക്കും. അതായത് ഈ ചികിത്സയിൽ ഇപ്പോൾ കഴിയുന്ന ആൾക്കടക്കം ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പൊതുജന വിശ്വാസത്തെ അത് ബാധിക്കും. വിയോജിപ്പിൻ്റെ സ്വരത്തെ നിശബ്ദമാക്കാനായി നടത്തിയ കുറ്റകൃത്യത്തെ ജനങ്ങൾക്കും സമൂഹത്തിനും എതിരായ കുറ്റകൃത്യമായി കാണണം. ഇത്രയും ശക്തമായ പരാമർശങ്ങളോടുകൂടി വന്ന വിധിയാണ്. ഇപ്പോൾ അവർക്ക് 20 വർഷത്തേക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഒരു ഇളവും പരോൾ പോലും നൽകരുത് എന്ന് പറഞ്ഞ ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ജയിൽ സൂപ്രണ്ട് അങ്ങനെയൊരു ആശയത്തിലേക്ക് പോകുന്നത്. 20 വർഷത്തെ ഇളവില്ലാത്ത ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചവരാണ് TK രജീഷും മുഹമ്മദ് ഷാഫിയും സുജിത്തും. ഇവർക്കാണ് ഇളവ് നൽകാൻ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന ജയിൽ സൂപ്രണ്ടിൻ്റെ കത്താണ് ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷമുള്ള മന്ത്രി P രാജീവിൻ്റെയും CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാറിൻ്റെ പ്രതികരണമൊക്കെയാണ് വന്നിട്ടുള്ളത്. 2 പേരുടെയും പ്രതികരണം വ്യത്യസ്തമാണ്. K അനിൽകുമാർ പറയുന്നത് കോടതി സർക്കാർ തീരുമാനിക്കുന്നത് അതിൽ അർഹരായവർക്ക് ഇളവ്, അത് ഇന്ന കേസെന്ന് നോക്കിയിട്ടല്ല. അപ്പോൾ അർഹത ഏത് തരത്തിലാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ജയിലിൽ നല്ല രീതിയിൽ ജയിലിൽ കഴിയുന്നവർക്ക് ഇളവുകൾ അനുവദിക്കാറുണ്ട്. അപ്പോൾ ജയിലിലെ നല്ല നടപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജയിലിൽ ഫോൺ ഉപയോഗിച്ചു, വാർഡനെ ആക്രമിച്ചു, സ്വർണ്ണ കവർച്ചയ്ക്ക് ആസൂത്രണം നടത്തി, ജയിലിൽ കഞ്ചാവ് വിൽപ്പന നടത്തി, പരോളിൽ ലഹരി പാർട്ടി നടത്തി, പരോളിൽ തോക്ക് വിൽപ്പന, കൊട്ടേഷൻ ആസൂത്രണം. ഇതാണ് ഇവർക്ക് എതിരെ വന്നിരിക്കുന്ന തെളിവുകൾ, പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ഇനി ഇവർക്ക് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പരോളിൻ്റെ കണക്കുകൾ KK രമ ചോദിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 11 പ്രതികൾക്ക് മൊത്തം 6 മാസത്തോളം പരോളിൻ്റെ പേരിൽ പുറത്തു കറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ദിവസം ഇവർ പരോളിൽ ഇറങ്ങിയെന്ന കണക്ക് ചോദിച്ചിട്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല. 2020 വരെയുള്ള കണക്ക് പ്രകാരം ഓരോ വർഷവും 237 ഒരു വർഷം, 160 ദിവസം ഒരു വർഷം, 212 ദിവസം ഒരു വർഷം. യഥാർത്ഥത്തിൽ ഒരു വർഷത്തിൽ 60 ദിവസമേ പരോളിൽ പോകാൻ അനുവാദമുള്ളൂ. അപ്പോൾ ഈ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇവർക്ക് ഈ രൂപത്തിൽ ഇളവുകൾ ലഭിക്കുന്നു. ഇപ്പോൾ ഇതാണ് ഇവരുടെ നല്ല നടപ്പ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ KK രമയൊക്കെ പറയുന്നത് TK രജീഷ് എന്ന പ്രതി ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ചില പേരുകൾ പുറത്തു പറയുമെന്ന്. ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് പറയുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം വന്ന തീരുമാനമായി നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ 10 പേരുടെ പരോൾ, ആ പരോൾ ലഭിച്ചവർ പുറത്ത് ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇതിനകം പുറത്തു വന്നിരിക്കും. അപ്പോൾ നമ്മൾ പാഠം പഠിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. പാഠം പഠിക്കുമോ? MV ഗോവിന്ദൻ ചില തുറന്നു പറച്ചിലുകൾ നടത്തി. ജനങ്ങളുടെ മനസ്സിലെന്ത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനായില്ല. അപ്പോഴും തെരഞ്ഞെടുപ്പിൽ ആ തരത്തിൽ ചിന്തിക്കില്ല, മറിച്ച് ചിന്തിക്കില്ല എന്നൊരു പ്രതീക്ഷ വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് പാഠമാണ് പഠിക്കുന്നത്? എന്ത് വെല്ലുവിളിയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള പാർട്ടിക്കകത്തെ ചർച്ചയുടെ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വലിയ രൂപത്തിൽ വിമർശിച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട്, പെരുമാറ്റം, ശൈലി, ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. MV ഗോവിന്ദൻ പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി ഇനി എന്ത് ശൈലി മാറ്റാനാണ്, ആ വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഒരു പ്രതീതി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്ത് പ്രതീതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രസംഗത്തിൽ സംസാരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിലും മുസ്ലിം ലീഗിനെതിരെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. മുസ്ലിം ലീഗിന് വലിയ വീഴ്ച പറ്റി, മുസ്ലിം ലീഗിന് വലിയ നഷ്ടം സംഭവിച്ചു എന്ന മട്ടിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. മുസ്ലിം ലീഗിന് ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷം ലഭിച്ച തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ അവരവന് പരാജയം സംഭവിക്കുമ്പോൾ ഒരു വിനയത്തിൻ്റെ ഭാഷ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനത്തിന് ശ്രമിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പാർട്ടിക്കകത്തെ കീഴ്ഘടകങ്ങൾ വരെ ഈ രൂപത്തിലാണ് ചർച്ച ചെയ്യുന്നത്. ഇത് മാധ്യമങ്ങളുടെ ചർച്ചയല്ല. CPIയുടെ ഓരോ ഘടകവും ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണ്. മുഖ്യമന്ത്രി മാത്രമല്ല ഇതിൽ പ്രതിയെന്ന് നമുക്കറിയാം. സർക്കാർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചു, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെട്ടു. ഇതിനുശേഷം നടന്ന ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കിയത് വലിയ പദ്ധതികളിലേക്ക് പോകേണ്ടതില്ല,
ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പരിഹരിച്ചു കൊടുക്കുക, ആ രൂപത്തിലേക്ക് മാറണമെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ ഡൽഹിയിൽ പോയിട്ടുള്ള ചർച്ചയിൽ ബാലഗോപാൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച നടത്തുകയാണ്. സിൽവർ ലൈനൊക്കെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏത് രൂപത്തിൽ തിരിച്ചടിച്ചിട്ടുണ്ട് മുൻപ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും വീണ്ടും അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള നേതാക്കളുടെ ഒരു ആത്മവിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ ഏത് രൂപത്തിൽ ഇനി തിരിച്ചടിക്കുമെന്നുള്ള മനസ്സിലാകുന്നില്ല. അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകിയെങ്കിലും ആ രൂപത്തിലല്ല. ചില മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയും യോഗങ്ങൾ നടക്കാൻ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തരത്തിൽ സംസ്ഥാന സമിതി യോഗം ചേരുകയും മാർഗരേഖ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാർഗരേഖയിലും വിനയം വേണം, ആളുകളോട് ഇടപെടുന്നതിൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത്. അതിനുശേഷമുള്ള ഫലമാണ് നമുക്ക് ഇപ്പോൾ കാണുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി വിലയിരുത്തലുകൾ, മാർഗരേഖ, ഇതൊക്കെ എത്രത്തോളം നടപ്പാക്കും? മാർഗരേഖ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി മാർഗരേഖയ്ക്ക് അനുസരിച്ചല്ല സർക്കാർ പ്രവർത്തിച്ചത് എന്നുകൂടി അതിൻ്റെ അർത്ഥമുണ്ട്. പാർട്ടിയുടെ കടിഞ്ഞാണുണ്ടായിരുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കൽ കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കടിഞ്ഞാണുണ്ടോ? അപ്പോൾ ഇത് പാർട്ടിയുടെ തന്നെ നിലപാടാണോ? TP കേസ് ഏത് രീതിയിൽ CPM-നെ പ്രതിരോധത്തിലാക്കി? നേരത്തെ പറഞ്ഞതുപോലെ വടകരയിൽ നിലം തൊട്ടിട്ടില്ല പിന്നെ എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വടകരയിൽ മാത്രമല്ല മുഴുവൻ വിധിയും വന്നിരിക്കുന്നു. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എന്ത് പാഠം പഠിക്കുന്നു എന്നുള്ള കാര്യം ജനം പരിശോധിക്കുന്നുണ്ട്, ജനം ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കോടതിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് സർക്കാരാണ്, കോടതിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് പാർട്ടി. Meet the editors.